നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇനി ട്വിസ്റ്റുകളുടെ നാളുകളാണ്. പ്രതീക്ഷയ്ക്ക് വിപരീതമായി പല വമ്പന്മാരും കേസിൽ കുടുങ്ങും. കാരണം കള്ളന്മാരെയെല്ലാം അണിയറയിൽ നിന്നും അരങ്ങത്തേക്ക് എത്തിക്കും. അത് ഇനി ഒരു സംശയവും വേണ്ട. CBI അന്വേഷണത്തിന് ഹൈക്കോടതി നിർദ്ദേശിക്കുമോ എന്ന ഭയം ഇവർക്കുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. കേസ് അന്വേഷണം ഏറ്റെടുക്കാമെന്ന് CBI നിലപാടെടുത്തിട്ടുണ്ട്. എന്തായാലും CBI അന്വേഷണം വന്നാൽ സ്വർണ്ണക്കൊള്ളയിലെ വമ്പന്മാരെ പൂട്ടുക കേന്ദ്ര സർക്കാരാണ്. ഇനി എത്ര നാൾ പിണറായി സർക്കാരിനെ രക്ഷിക്കാൻ പ്രതികൾക്ക് സാധിക്കും? എന്തായാലും കേസിൽ കഴിഞ്ഞ ദിവസം മുൻ ദേവസ്വം ബോർഡ് അംഗമായ N വിജയകുമാറിന് പുറമെ KP ശങ്കർദാസിനെയും ഉടൻ അറസ്റ്റ് ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആരെയും രക്ഷിക്കരുത് എന്നാണ് CPM സംസ്ഥാന കമ്മിറ്റി യോഗത്തിന്റെ അഭിപ്രായമുയർന്നത്. കേസിൽ CBI അന്വേഷണം എത്താനുള്ള സാധ്യതയുണ്ടെന്നും ഈ സാഹചര്യത്തിലാണ് ശങ്കർദാസിനെയും വിജയകുമാറിനെയും സംരക്ഷിക്കേണ്ട എന്ന തീരുമാനം വന്നത്. CBI അന്വേഷണം എത്തിയാൽ വൻമരങ്ങൾ അകത്താകും. CBI അന്വേഷണം ആവശ്യം ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായിട്ടും ബോർഡ് അംഗങ്ങളായിരുന്ന ശങ്കർദാസിനെയും വിജയകുമാറിനെയും എന്തുകൊണ്ട് ഒഴിവാക്കി എന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു. ബോർഡിലെ എല്ലാ അംഗങ്ങളും തുല്യ ഉത്തരവാദിത്വമുള്ളവരാണ്. വൻ തോക്കുകളെ ഒഴിവാക്കരുത് എന്ന കർശന നിർദ്ദേശവും കോടതി വക എത്തി. എന്നിട്ടും മറ്റു രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യാത്തത് പത്മകുമാറിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യം CPM നേതൃത്വത്തെ അറിയിച്ചു. ഇതുകൂടി കണക്കിലെടുത്താണ് പുതിയ നീക്കം. പ്രത്യേക അന്വേഷണ സംഘത്തിന് 2 SP-മാരാണുള്ളത്. ശശിധരനും ബിനോയും. രണ്ടുപേരും സത്യസന്ധന്മാരായാണ് കേസ് അന്വേഷിക്കുന്നത്. ഇവർക്ക് പൂർണ്ണ അധികാരം സർക്കാർ നൽകുകയാണ്. കേസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷ് ആണ്. അനിവാര്യമായതെല്ലാം ചെയ്യാൻ സർക്കാരിലെ ഉന്നതർ വെങ്കടേഷിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അറസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ KP ശങ്കർദാസ് കൊല്ലം വിജിലൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ജാമ്യാപേക്ഷ തള്ളാനാണ് സാധ്യത. തള്ളിയാൽ ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകും. ഇത് തിരിച്ചറിഞ്ഞ് ഹൈക്കോടതി തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ശങ്കർദാസ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തന്റെ ഭാഗം കേൾക്കാതെയാണ് കോടതി നിരീക്ഷണം നടത്തിയത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു എങ്കിലും ബോർഡ് മുൻ അംഗങ്ങളായ KP ശങ്കർദാസ്, N വിജയകുമാർ എന്നിവരിലേക്ക് അന്വേഷണം നീണ്ടിട്ടില്ല എന്നും ഇത് ഗുരുതരമായ വീഴ്ചയാണെന്നും ഹൈക്കോടതി നേരത്തെ തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തത്. ശബരിമലയിലെ കാര്യങ്ങൾ താൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചതല്ല എന്ന് ഭരണസമിതിയുടെ ആലോചിച്ചിട്ടാണ് തീരുമാനമെടുത്തതെന്നായിരുന്നു പത്മകുമാറിന്റെ മൊഴി. വിജയകുമാറിനെ പ്രതി ചേർക്കാത്തതിനെ ഹൈക്കോടതി നേരത്തെ വിമർശിച്ചിരുന്നു. പിന്നാലെ KP ശങ്കർദാസും N വിജയകുമാറും കൊല്ലം വിജിലൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. കൂട്ടുത്തരവാദിത്തമാണെന്ന പത്മകുമാറിന്റെ മൊഴി സാധൂകരിക്കുന്ന നടപടിയാണ് SITയുടെ ഈ അറസ്റ്റ്. നേരത്തെ വിജയകുമാറിന് SIT നോട്ടീസ് അയച്ചിരുന്നു എങ്കിലും ഹാജരായില്ല. തുടർന്ന് വിജയകുമാറിനെ നേരിട്ട് കസ്റ്റഡിയിൽ എടുത്തതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും D മണിയും തമ്മിൽ ശബരിമലയിലെ ഉരുപ്പടികളുടെ ഇടപാട് നടന്നതായും പ്രവാസി വ്യവസായിയുടെ വെളിപ്പെടുത്തലെത്തി. ഉരുപ്പടികൾ വിദേശത്തേക്ക് കടത്തിയതായി സംശയമുണ്ട് എന്ന് വ്യവസായി പറഞ്ഞിരുന്നു. D മണിയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എന്തായാലും SIT. ശബരിമലയിൽ നിന്നും പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയെന്നായിരുന്നു പ്രവാസി വ്യവസായി അന്വേഷണ സംഘത്തിന് നൽകിയിരുന്ന മൊഴി. ഇത് ശബരിമലയിൽ തന്നെയെന്ന് ഉറപ്പിക്കുകയാണ് അദ്ദേഹം. തിരുവനന്തപുരത്ത് വെച്ചാണ് ശബരിമലയിൽ നിന്നുമുള്ള ഉരുപ്പടികളുടെ ഇടപാട് നടന്നത്. ഇടപാടിനായി സംഘം ആദ്യം തന്നെയാണ് സമീപിച്ചത്. എന്നാൽ താൻ അതിന് തയ്യാറല്ല, അതിനാലാണ് മറ്റാളുകളിലേക്ക് ഇടപാടുകൾ മാറിയതെന്നും വ്യവസായി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി, A പത്മകുമാർ എന്നിവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ശങ്കർദാസിനെയും വിജയകുമാറിനെയും ചോദ്യം ചെയ്യലിനായി SIT വിളിച്ചു വരുത്തിയിരുന്നു. മുതിർന്ന IPS ഉദ്യോഗസ്ഥനായ ഹരിശങ്കറിന്റെ അച്ഛനാണ് ശങ്കർദാസ്. ഈ സാഹചര്യത്തിലാണ് അറസ്റ്റ് വൈകുന്നതെന്ന വിമർശനം പരക്കെയുണ്ട്. ഇതിനിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് എല്ലാവിധ അനുമതിയും തുടരന്വേഷണത്തിന് നൽകുന്നത്.